എവരിവൺ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മൈക്രോ എക്കണോമിക്സിന്റെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മാർക്കറ്റ് ഇക്വിലിബ്രിയം ഈ ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടിരുന്ന് കാണുക, നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മാക്സിമം ഷെയറും ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം എന്താണ്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷേ ഉള്ള ടോപ്പിക്സ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കൂടിയാണ്. ഓക്കെ, അപ്പം നമുക്ക് എക്സാമിന് സ്ഥിരം നമ്മൾ കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. 4 മാർക്സിനും 5 മാർക്സിനും ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തായിരിക്കും മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്താണ് മാർക്കറ്റിലെ ഇക്വിലിബ്രിയം അല്ലെ? മാർക്കറ്റിൽ എന്താണ് ഒരു ബാലൻസ് കൊണ്ടുവരികയാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന ഒരു സിറ്റുവേഷൻ, ഒരു പോയിന്റ്, അതാണ് എന്തെന്ന് പറയുന്നത് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എന്താണ്? മാർക്കറ്റ് ഡിമാൻഡും അതുപോലെ തന്നെ മാർക്കറ്റ് സപ്ലൈയും. ഓക്കെ, മാർക്കറ്റ് ഡിമാൻഡ് ഈക്വൽസ് മാർക്കറ്റ് സപ്ലൈ, ഇതാണ് എന്തെന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് ഈക്വൽസ് മാർക്കറ്റ് സപ്ലൈ. ഇതാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്താ ഡിമാൻഡും ഉണ്ട്, സപ്ലൈ ഉണ്ട്. ഓക്കെ, അപ്പോൾ കൺസ്യൂമേഴ്സ് ഇത്ര ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് മേടിക്കാനായിട്ട് ഇങ്ങനെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, 10 പേന നമ്മൾ മേടിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, 10 പേന മേടിക്കാൻ നമ്മളിങ്ങനെ റെഡി ആയിട്ട് സെറ്റായിട്ട് ഇരിക്കുകയാണ്. 10 പേന മേടിക്കാൻ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ആൻഡ് എന്താണ്, നമ്മുടെ ഫേംസ് ഉണ്ടല്ലോ, ഇൻഡസ്ട്രീസും ഫേംസും കാര്യങ്ങളൊക്കെ, ഫേംസ് എന്താണ് 10 പേന വിൽക്കാനായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്തും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മൾ മേടിക്കാനുള്ള 10 പേനയും അതേപോലെ അവർ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന 10 പേനയും തമ്മിൽ എന്താണ് ഇക്വാലിറ്റി ഉണ്ടാവുകയാണ് അല്ലേ? യെസ്, ആ സിറ്റുവേഷൻ, അതായത് എന്താണ് മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആവുകയാണ്. ആ ഒരു സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നതും അതേപോലെ ഫേംസ് വിൽക്കാൻ ഉദ്ദേശിച്ചേക്കുന്നതും ആ ഒരു ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ് ഈക്വൽ ആണ്. അതിനെ നമ്മൾ പറയുന്നതാണ് ആ ഒരു സിറ്റുവേഷൻ. അങ്ങനെ എന്താണ്, അങ്ങനെ രണ്ടും ഈക്വൽ ആകുമ്പോൾ നമ്മുടെ മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് കാലിയാവും, ക്ലിയർ ആവും. ആ ഒരു സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റ്, ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് മാർക്കറ്റ് ഇക്വിലിബ്രിയം. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡിമാൻഡും സപ്ലൈയും കൂട്ടിമുട്ടുന്ന പോയിന്റ്, അതാണ് എന്തെന്ന് പറയുന്നത് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞത് എന്താണ്, നമുക്കൊരു എന്താണ് എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം എന്നുള്ളോട് പറഞ്ഞിരുന്നു അല്ലേ? അപ്പം ഡയഗ്രാം നമുക്ക് നോക്കണം. യെസ്, നമുക്കറിയാം നമുക്ക് എന്തൊക്കെയാണുള്ളത്, നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട് അല്ലേ? അത് നമുക്ക് വൈ ആക്സിസ് വരയ്ക്കാം, പിന്നെ നമുക്ക് എക്സ് ആക്സിസ് വരയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ വൈ ആക്സിസ്, ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം നോക്കുന്നത്, നമുക്കറിയാം നമുക്ക് ഡിമാൻഡ് കർവ് ഉണ്ട്, സപ്ലൈ കർവ് ഉണ്ട്. ഡിമാൻഡ് കർവും സപ്ലൈ കർവും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് എന്തെന്ന് പറഞ്ഞത്, നമ്മൾ പറഞ്ഞു മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ്, നമുക്ക് ഡിമാൻഡ് കർവ് വരയ്ക്കാം. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ്, നമ്മുടെ ഡിമാൻഡ് കർവ് ഡി എന്നിട്ട് കൊടുക്കാം. ഓക്കെ, ആൻഡ് നമുക്ക് എന്താ അടുത്ത് വരയ്ക്കാനാണ്, നമുക്കിനി സപ്ലൈ വരയ്ക്കാനുണ്ട് അല്ലേ? യെസ്, ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സപ്ലൈ എന്ന് പറയുന്നത്. ഈ ഡിമാൻഡും ഈ സപ്ലൈയും കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റ് കണ്ടല്ലോ, ഈ ഒരു പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു പോയിന്റ് ആണ് നമ്മുടെ മാർക്കറ്റ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ സംഭവം പറയുന്നത്. നോക്കിയേ, ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റ്, ഈ പോയിന്റ്, അത് നമുക്ക് ഇ എന്ന് ഡിനോട്ട് ചെയ്യാം. ആ ഒരു പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൈ ആക്സിസിൽ നമ്മൾ എന്താ കാണിക്കുന്നത്, വൈ ആക്സിസിൽ നമ്മൾ പ്രൈസ് ആണ് കാണിക്കുന്നത്. അതേപോലെ എക്സ് ആക്സിസിൽ എന്താണ്, നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ് കാണിക്കുന്നത്. ഓക്കെ, വൈ ആക്സിസിൽ നമ്മൾ പ്രൈസും എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റിൽ നമ്മൾ എന്താണ് ഒരുപാട് ഗുഡ്സ് മേടിക്കും അല്ലേ? ആ ഗുഡ്സ് മേടിക്കുന്നതിൻ്റെ ആ ഗുഡ്സിൻ്റെ പ്രൈസ്, ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഉണ്ടല്ലോ, ആ പ്രൈസിനെ നമ്മൾ എവിടെ ഡിനോട്ട് ചെയ്യുന്നത് നോക്കി, നമ്മുടെ വൈ ആക്സിസിൽ ഡിനോട്ട് ചെയ്യും. അതിനെ നമ്മൾ പി സ്റ്റാർ എന്ന് പറയും, അഥവാ നമ്മൾ എന്ത് പറയും, ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയും. ഓക്കെ, അതായത് എന്താണ്, നമ്മുടെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന ടൈമിൽ നമ്മൾ പ്രൊഡക്ട്സ് മേടിക്കുമല്ലോ, ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, അതിനെ നമ്മൾ പറയുന്നതാണ് എന്താ ഇക്വിലിബ്രിയം പ്രൈസ് അല്ലെങ്കിൽ പി സ്റ്റാർ എന്ന് പറയും. ഓക്കെ, ആൻഡ് നമ്മൾ ഈ പ്രൈസ് യൂസ് ചെയ്തിട്ട് എന്താണ് നമ്മൾ നമ്മൾ മേടിക്കുന്ന ഗുഡ്സ് ഉണ്ടല്ലോ, ആ ഗുഡ്സിൻ്റെ അളവ്, അതിൻ്റെ ക്വാണ്ടിറ്റി, അത് നമ്മൾ എവിടെയാണ് കാണിക്കും, നമ്മൾ എക്സ് ആക്സിസിൽ കാണിക്കും. അതാണ് ക്യൂ സ്റ്റാർ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയും. നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് യൂസ് ചെയ്തിട്ട് മേടിക്കുന്ന ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ ഇക്വിലിബ്രിയം
ക്വാണ്ടിറ്റി എന്നാണ് വിളിക്കുന്നത്. നോക്കി എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം നോക്കി. മാർക്കറ്റ് ഇക്വിലിബ്രിയം ഈസ് എ സിറ്റുവേഷൻ ഓഫ് ദി മാർക്കറ്റ് ഇൻ വിച്ച് ഡിമാൻഡ് ഓഫ് ഫോർ എ കമ്മോഡിറ്റി ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ഇറ്റ്സ് സപ്ലൈ കറസ്പോണ്ടിങ് ടു എ പെർട്ടിക്കുലർ പ്രൈസ്. എന്താണ് മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റ് MD ഈക്വൽ ടു MS. ഓക്കെ, മാർക്കറ്റ് ഡിമാൻഡ് ഈക്വൽ ടു മാർക്കറ്റ് സപ്ലൈ. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇക്വേഷനും ഓർത്ത് വെക്കുക. ഓക്കെ, അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഇക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈഡ്, ഇങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് നമ്മൾ പറഞ്ഞു, എന്താണ് ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ് DD, ഇത് നമ്മുടെ സപ്ലൈ കർവ്. ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റ്, ഈ പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ Y ആക്സിസിൽ പ്രൈസും X ആക്സിസിൽ എന്താണ് ക്വാണ്ടിറ്റി ഡിമാൻഡുമാണ് കാണിക്കുന്നത്. അത് എന്താണ് നമ്മുടെ ഡിമാൻഡും സപ്ലൈയും കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നമ്മൾ എന്താണ് പ്രൊഡക്ട്സ് മേടിക്കും. ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്, Y ആക്സിസിലാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം പ്രൈസ് അല്ലെങ്കിൽ P സ്റ്റാർ എന്ന് പറയും. ആൻഡ് ഈ പ്രൈസ് യൂസ് ചെയ്തിട്ട് നമ്മൾ മേടിക്കുന്ന ഗുഡ്സിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ അളവ്, അതിനെ നമ്മൾ എവിടെ കാണിക്കും, നമ്മൾ X ആക്സിസിൽ കാണിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ Q സ്റ്റാർ എന്ന് പറയും. ഓക്കെ, നോക്കിയേ, ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ദ പ്രൈസ് അറ്റ് വിച്ച് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഈക്വൽ is known as equilibrium price എന്നാണ് പറയുന്നത്. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്താ, ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ബോട്ട് അറ്റ് ഇക്വിലിബ്രിയം പ്രൈസ്. ഇക്വിലിബ്രിയം പ്രൈസിൽ നമ്മൾ മേടിക്കുന്ന ഗുഡ്സിന്റെ അളവ്, അതാണ് എന്തെന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, Q സ്റ്റാർ എന്നും പറയും. ഇക്വിലിബ്രിയം പ്രൈസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് P സ്റ്റാർ എന്നുമാണ്. ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമ്മുടെ ഈ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ ഒരു സംഭവം വരും. എപ്പോഴും നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, ഇക്വിലിബ്രിയത്തിലാവത്തില്ല. അവിടെ എന്ത് സംഭവിക്കും, അവിടെ എക്സസ് ഡിമാൻഡും വരും, അതുപോലെ തന്നെ എന്താണ് വരുന്നത്, എക്സസ് ഡിമാൻഡും വരും, അതുപോലെ തന്നെ എക്സസ് സപ്ലൈയും വരുന്നതാണ്. ഓക്കെ, 5 മാർക്സിനൊക്കെ ചോദിക്കും, നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാൽ മതിയാവത്തുള്ളൂ. ഓക്കെ, അവിടെ എന്ത് വരും, എക്സസ് ഡിമാൻഡും വരും, എക്സസ് സപ്ലൈയും വരും. എന്താണ് എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഡിമാൻഡാണ് കൂടുതൽ, എന്തിലും കൂടുതൽ, നമ്മുടെ ഡിമാൻഡ് ഇസ് ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ എന്താണ്, ഡിമാൻഡ് ഇസ് ഹയർ ദാൻ സപ്ലൈ. ഓക്കെ, ഹയർ ദാൻ സപ്ലൈ, അതാണ് എന്തെന്ന് പറയുന്നത് എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. ആ പേരിൽ തന്നെയുണ്ട് എക്സസ്. എക്സസ് എന്ന് പറഞ്ഞാൽ എന്താ, അധികം. ഡിമാൻഡ് അവിടെ അധികമാണ്, എന്തിനേക്കാളും അധികമാണ്, സപ്ലൈനേക്കാൾ. ഇനി സപ്ലൈ എന്ന് വെച്ചാൽ, എക്സസ് സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ സപ്ലൈ ആണ് കൂടുതൽ, സപ്ലൈ ഈസ് ഹയർ ദാൻ ഡിമാൻഡ്. ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ്, എക്സ്പ്ലെയിൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം വിത്ത് ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം എന്ന് ചോദിക്കുമ്പോൾ ആദ്യം മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണെന്ന് എഴുതുക, അതായത് ഗ്രാഫ് വരയ്ക്കുക, ഇതെല്ലാം അടയാളപ്പെടുത്തുക, എന്നിട്ട് നിങ്ങൾ ഓരോന്നും കൊടുക്കുക. ഇൻ ദിസ് ഗ്രാഫ് എന്താണ്, E ഡിനോട്ട്സ് ഇക്വിലിബ്രിയം, എന്താ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് എഴുതുക. P സ്റ്റാർ ഡിനോട്ട്സ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് എഴുതുക. Q സ്റ്റാർ ഡിനോട്ട്സ് എന്താണ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് എഴുതുക. S ഡിനോട്ട്സ് എന്താ, സപ്ലൈ കർവ് എന്ന് എഴുതുക. D ഡിനോട്ട്സ് എന്താണ്, ഡിമാൻഡ് കർവ് എന്ന് എഴുതുക. എന്നിട്ട് എന്താണ് ഇക്വിലിബ്രിയം പ്രൈസ്, എന്താണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നുള്ളതെന്ന് എഴുതുക. ആൻഡ് എന്താണ് എഴുതേണ്ടത്, നമ്മുടെ മാർക്കറ്റിൽ എന്താണ്, മാർക്കറ്റ് എപ്പോഴും ഇക്വിലിബ്രിയത്തിലാവത്തില്ല എന്ന് എഴുതുക. ആൻഡ് പറയുക അവിടെ എന്ത് സംഭവിക്കാം, അവിടെ എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈയും സംഭവിക്കാം എന്ന് എഴുതുക. എന്നിട്ട് എന്താണ് എക്സസ് ഡിമാൻഡ്, എന്താണ് എക്സസ് സപ്ലൈ എന്ന് കൂടെ എഴുതി കഴിഞ്ഞാൽ മാർക്സ് അവിടെ ഫുള്ളി സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഈ ചാപ്റ്ററിൽ നിന്ന് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു വീഡിയോ വേണം നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി, നമ്മളത് വേറെ ഏത് ചാപ്റ്ററിൻ്റെ ആയിക്കോട്ടെ നമ്മളത് റെഡിയാക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.